ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ആഴത്തിലുള്ള രക്തചുവപ്പ് ആകാശങ്ങൾ ഒരു സൂര്യാസ്തമയത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ ചുമപ്പ് തീവ്രവും പ്രകൃതി വിരുദ്ധവുമാണ്. പലപ്പോഴും കൊടുങ്കാറ്റുകളുമായോ കാട്ടുതീയുമായോ സൗരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായി ചുവന്ന ആകാശം അടയാളങ്ങളായി കാണപ്പെട്ടു. ചിലപ്പോൾ അപകടത്തിന്റെയും ചിലപ്പോൾ സംരക്ഷണത്തിന്റെയും തിരുവഴുത്തുകളിൽ യോവേൽ 2:30-31 വെളിപ്പാട് 6:12 വലിയ സംഭവങ്ങൾക്ക് മുമ്പ് രക്തചുമപ്പ് ആകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. മത്തായി 16 യേശു പോലും ചുവന്ന ആകാശത്തെക്കുറിച്ച് പരാമർശിച്ചു. ആളുകൾക്ക് പ്രകൃതി അടയാളങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആത്മീയ സത്യങ്ങൾ നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്ന് എടുത്തു കാണിക്കുന്നു. അടുത്തിടെ ലോകമെമ്പാടുമുള്ള ചുവന്ന ആകാശത്തെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്തു. ചിലപ്പോൾ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അന്തരീക്ഷ ചിതറിക്കൽ, കാട്ടുതീ, സൗരജാലകൾ എന്നിവ പ്രകൃതിദത്ത വിശദീകരണങ്ങളിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ സംഭവങ്ങൾ പ്രവചനപരമായ കാലത്തിന്റെ അടയാളങ്ങളെ പ്രതിധ്വനിക്കുന്നതായും പലരും കരുതുന്നു.